Good afternoon, all. Good afternoon. Good afternoon, Miss. Good afternoon. Okay, നമ്മളിപ്പോ ട്രാൻസ്പോർട്ടേഷന്റെ എവിടെ വരെയാ പഠിപ്പിച്ചു നിർത്തിയേ? എയർ ട്രാൻസ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ട്രാൻസ്പോർട്ട് വരെ. അപ്പൊ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഓക്കെ, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണ്, നമ്മള് ആംബുലൻസിന്റെ സർവീസുകൾ എന്താണ് ട്രാൻസ്പോർട്ട് ഒക്കെ ഉപയോഗിച്ച് കൊണ്ടുപോകാന്നൊക്കെ ഉള്ളത് കണ്ടു. അതോടൊപ്പം തന്നെ എന്താണ് എയർ ട്രാൻസ്പോർട്ട് അല്ലെ, എയർ ട്രാൻസ്പോർട്ടോട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളത് കണ്ടു. ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ചില രോഗികൾക്ക് അല്ലെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസേഷൻ വരെയുള്ള രോഗികൾക്ക് എയർ ട്രാൻസ്പോർട്ട് ആയിരിക്കും ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് മോസ്റ്റ് യൂസ്ഫുൾ. നമുക്കറിയാം അത് ചെലവേറിയതാണ് എങ്കിലും രോഗിയുടെ ആരോഗ്യനിലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എങ്കിൽ അങ്ങനെ എത്തിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അല്ലെ. Air transport, the use of air transport has been increasing in the developed countries because of advantages of ഇതുവരെ ഇത് എയർ ട്രാൻസ്പോർട്ട് എടുത്തു കഴിഞ്ഞാല് the patient who are more likely to get benefit from air transport ആണ് അല്ലെ, അത് വേണമെങ്കിൽ എടുക്കേണ്ടത്. അതെ, ഓക്കെ. അപ്പൊ നമ്മൾ കണ്ടു എയർ ട്രാൻസ്പോർട്ടിന്റെ പ്രത്യേകത കണ്ടു, ഏറ്റവും സ്വിഫ്റ്റ് ആയിട്ട് അല്ലെ പെട്ടെന്ന് തന്നെ നമുക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എയർ ട്രാൻസ്പോർട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രത്യേകമായിട്ടുള്ള കണ്ടീഷനുകൾ അല്ലെ, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസേഷൻ വരണമെങ്കിൽ അത്തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാവും അല്ലെ, അത്തരത്തിലുള്ള അപകടങ്ങളായിരിക്കാം എങ്കിൽ മാത്രമാണ് നമ്മൾ അത്രയും ഫിനാൻസ് മുടക്കിയിട്ട് അങ്ങനെയുള്ള ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുള്ളൂ അല്ലെ. നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പേഷ്യൻസ് വിത്ത് സിവിയർ ട്രോമ ആൻഡ് പെനസ്ട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ് അല്ലെ, അവിടെ പറയുന്ന എന്താണ്, കനത്ത രീതിയിലുള്ള എന്തെങ്കിലും ആഘാതങ്ങൾ ഏൽക്കുമ്പോഴല്ലേ, പെട്ടെന്ന് എന്തെങ്കിലും തലയിടിച്ചൊക്കെ വീഴുന്ന ഒരു ആഘാതങ്ങൾ, അല്ലെങ്കിൽ പെനട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ് അല്ലെ, എന്നാണ് നെഞ്ചിലൂടെ എന്തെങ്കിലുമൊക്കെ കുളച്ചു കയറുന്ന കണ്ടീഷനുകളൊക്കെ നമുക്കറിയാം. അവിടെയൊക്കെ വലിയ മുറിവുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ അപകടകരമായിട്ടുള്ള സ്റ്റേജിലൂടെ തന്നെ ആ പേഷ്യന്റ് കവർ ചെയ്ത് പോകണം അല്ലെ, ജീവൻ ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ്, അതായത് ഒന്നിലധികം അവയവങ്ങൾക്കൊക്കെ എന്തെങ്കിലും അല്ലെ തകരാറുകൾ സംഭവിക്കുമ്പോൾ ക്രഷ് ഇഞ്ചുറീസ്, ചതവുകളൊക്കെ, അതൊക്കെ ഇന്നർ ഓർഗൻസിലൊക്കെ എന്തെങ്കിലും ചതവുകളൊക്കെ സംഭവിക്കുകയാണെങ്കിലും എന്താണ് രോഗിക്ക് അപകടനില വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓർ പേഷ്യന്റ് വിത്ത് അൺസ്റ്റേബിൾ വൈറ്റൽ സയൻസ് അല്ലെ, നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ഒരു സൈനിക എടുത്ത് നോക്കുമ്പോഴല്ലേ നല്ല ഞരമ്പ്, നാടിയെടുപ്പ് അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള കഴിവ്, അങ്ങനെ പെട്ടെന്നുള്ള ആ ഒരു ശേഷിക്കുറവുകളൊക്കെ വരുമ്പോൾ അല്ലെ രോഗി അപകടനിലയിൽ എത്താൻ സാധ്യതയുണ്ട്. കൂടുതൽ പെട്ടെന്ന് തന്നെ രോഗിയെ എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോഴാണ് എയർ ട്രാൻസ്പോർട്ട് കൂടുതലായിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ഫസ്റ്റ് പോയിന്റ്. ഓക്കെയാണോ? പിന്നെ അതേമാതിരി തന്നെ എന്തായാലും നമുക്കറിയാം അടുത്തൊരു പോയിന്റ് നോക്കാം. പേഷ്യൻസ് വിത്ത് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ഇൻ ക്രൂഷ്യൽ നീഡ് ഓഫ് റിവാസ്കുലറൈസേഷൻ പ്രൊസീജിയർ. അതായത് നമുക്കറിയാം ചിലപ്പോഴൊക്കെ രക്തഓട്ടം അല്ലെ, ഹൃദയപേശികളുടെ രക്തഓട്ടമൊക്കെ കുറയുമ്പോൾ
ഹൃദയപേശികളുടെ ഒരു ഭാഗമൊക്കെ പ്രവർത്തനരഹിതമായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് തളർന്നു പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. രക്തയോട്ടമൊക്കെ പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിലാണെങ്കിൽ പേഷ്യൻസ് അക്യൂട്ട് കൊറോണറി സിൻഡ്രം ഇൻ ക്രൂഷ്യൽ നീഡ് ഓഫ് റിവാസ്കുലറൈസേഷൻ. അങ്ങനെ വരുമ്പോഴേതാണ് രക്തഓട്ടം അല്ലെ രക്തക്കുഴലിലൂടെയുള്ള ഓട്ടം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ രോഗിയെ ഹോസ്പിറ്റലൈസേഷൻ നടത്തേണ്ടതുണ്ട്. Then cardiac component with the hemodynamic compromise. അതായത് നമുക്കറിയാം ഹൃദയത്തിന്റെയൊക്കെ ചുറ്റുമുള്ള അറകളിലൊക്കെ ദ്രാവകത്തിലെ അതിന്റെ ദ്രവ്യങ്ങളൊക്കെ അടിഞ്ഞു കൂടുമ്പോൾ നമുക്കറിയാം ഹൃദയം സാധാരണ രീതിയിൽ ഇരിക്കില്ല അല്ലെ. ഹൃദയമിടിപ്പിന്റെ താളം തെറ്റാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ ഹേർട്ട് പെട്ടെന്ന് നിലച്ചു പോകാനൊക്കെയുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അല്ലെ അതിന് തടസ്സം നൽകുന്ന മെഷീൻസിന്റെ സഹായത്തോടു കൂടിയൊക്കെ ആ ദ്രവ്യങ്ങളൊക്കെ വലിച്ചെടുക്കാൻ പറ്റുന്ന അതിന്റെ ഓരോ എക്യുപ്മെന്റിന്റെ സേവനം എത്രയും പെട്ടെന്ന് രോഗിക്ക് കൊടുക്കേണ്ടതുണ്ട്, ലഭ്യമാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനുകളിലൊക്കെ എയർ ട്രാൻസ്പോർട്ട് പ്രിഫർ ചെയ്യും അല്ലെ. നമുക്ക് നോക്കാം കാർഡിയാക് കമ്പോണന്റ് വിത്ത് ഹീമോഡൈനാമിക് കോംപ്രമൈസ് അല്ലെ. അവിടെ നമ്മൾ പറഞ്ഞു ഹേർട്ടിന് ചുറ്റുമുള്ള പെരിക്കാർഡിയൻ അല്ലെ അതിന്റെ ആ ദ്രാവകങ്ങൾ അടിഞ്ഞു കൂടുമ്പോൾ സാധാരണ രീതിയിൽ ഹൃദയത്തിന് ചെയ്യാനായിട്ട് അല്ലെ ഹൃദയം ഇടിപ്പ് താളം തെറ്റുന്നു. അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് നമ്മുടെ ഹ്യൂമോഡൈനാമിക് കോംപ്രമൈസ് അല്ലെ അതിന്റെ ഒരു സഹായത്തോടു കൂടിയിട്ട് തന്നെ അത് വലിച്ചെടുത്ത് റിമൂവ് ചെയ്ത് കളയേണ്ടതുണ്ട്. അതിനെല്ലാം വേണ്ടിയിട്ട് എയർ ട്രാൻസ്പോർട്ട് പ്രിഫർ ചെയ്യുന്നു. കാർഡിയാജനിക് ഷോക്ക് ഇൻ നീഡഡ് intra-aortic balloon pump or other assisted devices. അതേമാതിരി തന്നെ ഹൃദയാഘാതം അല്ലെ അത് വർദ്ധിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഇതേമാതിരി കാർഡിയൽ ഓക്സിജൻ പെർഫ്യൂഷൻസ് നിലനിർത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്താണ് ഇൻട്രാ ബലൂൺ പമ്പ് അല്ലെ ഇൻട്രാ അയോർട്ടിക് ബലൂൺ പമ്പ്. അത് ചിലപ്പോഴെങ്കിലും ഒരു അബ്രിവിയേഷൻ രീതിയിൽ ചോദിക്കാറുണ്ട്. IAPP അതെല്ലാം ക്യാപിറ്റൽ ലെറ്റർ ഒന്ന് യൂസ് ചെയ്തേരെ. ഇൻട്രാ അയോർട്ടിക് ബലൂൺ പമ്പ് നിങ്ങളുടെ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്? IAPP അതെല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആണോ? വായിക്കുന്ന സെന്റൻസ് ഓക്കെ ആണോ? Cardiogenic shock in need of a intra-aortic balloon pump or other assisted device. അല്ലെങ്കിൽ intra-aortic balloon pump. ക്ലിയർ ആയില്ലേ ഞാൻ പറഞ്ഞത്? ഹലോ ഓക്കെ ആണോ? അവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണോ യൂസ് ചെയ്തിരിക്കുന്നത്? IABP ആണോ നിങ്ങളുടെ ടെക്സ്റ്റിൽ ആണോ? അങ്ങനെയാണോ? അല്ല, സ്മോൾ ലെറ്റർ ആണ്. എങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാം. മിക്കപ്പോഴും അബ്രിവേഷൻസ് ചോദിച്ച് കാണാറുണ്ട്. IAB അതിന്റെ ഫുൾ ഫോം ആണ് ഇൻട്രാ അയോർട്ടിക് ബലൂൺ പമ്പ്. അതായത് ഹൃദയാഘാതമൊക്കെ വരുമ്പോൾ കാർഡിയോവാസ്കുലർ പെർഫ്യൂഷൻ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു മെക്കാനിക്കൽ മെഷീനാണത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ച് സാധാരണ രീതിയിൽ രക്തപ്രവാഹം ഉണ്ടാകുന്നു. അപ്പൊ അത്തരത്തിലുള്ള കേസുകളിൽ നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ നടത്തിയാലാണല്ലോ ഈ സഹായം നമുക്ക് നടത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസേഷൻ നടത്തണം അല്ലെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള എയർ ട്രാൻസ്പോർട്ടിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, തേർഡ് പോയിന്റിലേക്ക് നോക്കാം. പേഷ്യൻസ് ഡ്യൂ ടു റിസീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അല്ലെ അവയവങ്ങളെ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരുമ്പോൾ നമുക്കറിയാം എത്രയും പെട്ടെന്ന് രോഗി അവിടേക്ക് അല്ലെ ആ ഒരു അവയവം ലഭ്യമാകുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അവിടെ വേഗത്തിന് അതിന് പെട്ടെന്ന് തന്നെയുള്ള രോഗിയുടെ എത്തല് സാധ്യമാകണം.
അതിനും എയർ ട്രാൻസ്പോർട്ട് തന്നെയായിരിക്കും പ്രിഫർ ചെയ്യാറ്. മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് എന്താണ്, ഇങ്ങനെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് ഏത് ട്രാൻസ്പോർട്ടാണ് പ്രിഫർ ചെയ്യാറ്? ഏത് ട്രാൻസ്പോർട്ടാണ് പ്രിഫർ ചെയ്യാം? എയർ ട്രാൻസ്പോർട്ട് അല്ലെ. ലാൻഡ് ട്രാൻസ്പോർട്ട് ആണോ എയർ ട്രാൻസ്പോർട്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം എയർ ട്രാൻസ്പോർട്ട് ആണ് പ്രിഫർ ചെയ്യാം. ക്രിട്ടിക്കലി ഹൈ റിസ്ക് മെഡിക്കൽ ഓർ സർജിക്കൽ പേഷ്യൻസ്, അതായത് ഹയർ റിസ്ക് അല്ലെ, ഭയങ്കര വളരെയധികം റിസ്ക് കൂടിയ എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ നടത്തേണ്ടി വരുമ്പോഴും എന്താണ് എയർ ട്രാൻസ്പോർട്ട് ആണ് പ്രിഫർ ചെയ്യുക. സാധാരണയായിട്ട് നോർമലി നമുക്കറിയാം ലാൻഡ് ട്രാൻസ്പോർട്ട് ആണ് പ്രിഫർ ചെയ്യുക. പക്ഷെ ഇത്രയും കൂടി ക്രിട്ടിക്കൽ സ്റ്റേജസോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് രോഗിയെ എത്തിക്കേണ്ട സ്ഥിതിവിശേഷങ്ങളും വരുമ്പോൾ എത്രയും പെട്ടെന്ന് രോഗിയെ എത്തിക്കാനായിട്ടാണ് എയർ ട്രാൻസ്പോർട്ട്. അതിൽ മോസ്റ്റ്ലി നമുക്കറിയാം ഓർഗൻ ട്രാൻസ്പ്ലാന്റിനൊക്കെ നടത്തി വേണ്ടിയിട്ട് എയർ ട്രാൻസ്പോർട്ട് ആണ് ചെയ്യുന്നത്. പിന്നെ അതേമാതിരി തന്നെ ഫിനാൻഷ്യലി നല്ല സൗണ്ട് ഉള്ളവരും എത്രയും പെട്ടെന്ന് അല്ലെ അത്യാവശ്യം ഇൻ കേസ് ഹാർട്ട് അറ്റാക്കും അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പെട്ടെന്ന് തന്നെ രോഗിയെ എത്തിക്കേണ്ട ആവശ്യഘട്ടങ്ങളിലൊക്കെ തന്നെ എയർ ട്രാൻസ്പോർട്ട് ആണ് പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ള ഒരു ഇതെന്ന് പറയുന്നത് അക്കമ്പനിങ് ദ പേഷ്യന്റ്. അതായത് നമ്മൾ കണ്ടു എന്താണ് ഫസ്റ്റ് വണ് ട്രാൻസ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നു. സെക്കൻഡ് ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ പ്രിപ്പറേഷൻ, രോഗിയെ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഒരുക്കുന്നു. അതിനുശേഷം നമുക്കറിയാം എന്താണ് അവിടെ മോഡ് ഓഫ് ട്രാൻസ്ഫർ, ഏത് മാർഗം ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നു, ലാൻഡ് ട്രാൻസ്പോർട്ട് ആണോ എയർ ട്രാൻസ്പോർട്ട് ആണോ എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. അക്കമ്പനി ദ പേഷ്യന്റ് അല്ലെ, ഈ പേഷ്യന്റിനോടൊപ്പം ആരാണ് പോകേണ്ടത് ഈ ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ ആരൊക്കെ അക്കമ്പനി ചെയ്യണം എന്നുള്ള കാര്യമാണ് നമുക്ക് ലാസ്റ്റിൽ നോക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ വീണ്ടും പറയുന്നുണ്ട് എക്യുപ്മെന്റ്സ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിങ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു പോയിന്റില്, അതായത് ആരൊക്കെയാണ് പേഷ്യന്റിനോടൊപ്പം തന്നെ പോകേണ്ടത് എന്നുള്ള കണ്ടീഷനിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. It is normally suggested to have at least 2 proficient personnel accompanying the patient to be shifted. അതായത് രണ്ടുപേരെ സാധാരണയായിട്ട് രണ്ടുപേരെ സഹായത്തോട് കൂടിയിട്ട് തന്നെയാണ് പേഷ്യന്റിനെ നമ്മൾ എന്താണ് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാറുള്ളത്. The care needed by each patient in the course of a transfer relies on the level of a patient's critical care dependency and correspondingly are divided into. അതായത് പേഷ്യന്റിന്റെ ലെവല് അല്ലെ, ഏത് തരത്തിലുള്ള പേഷ്യന്റ്, വലിയ കുഴപ്പമില്ലാത്ത പേഷ്യന്റ് ആണെങ്കിൽ നമുക്കറിയാം അതിനനുസരിച്ചിട്ട് കൊണ്ടുപോകും അല്ലെ. അതേസമയം ക്രിട്ടിക്കലി പ്രോബ്ലം ഉള്ള പേഷ്യന്റ് ആണ്, ചില എക്യുപ്മെന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് മോണിറ്ററിംഗ് മെഷീന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് പേഷ്യന്റിനെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അതനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുള്ള ആംബുലൻസിലും അതുപോലെയുള്ള വ്യക്തികളുടെ സഹായത്തോട് കൂടി തന്നെയായിരിക്കും പേഷ്യന്റിനെ മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പേഷ്യന്റിന് പ്രിപ്പറേഷൻ അല്ലെ, പേഷ്യന്റിനെ ഒരുക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞപ്പോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ. അതേമാതിരി തന്നെ പേഷ്യന്റിന് ഏത് അല്ലെ, ഏത് ലെവല് അതനുസരിച്ചിട്ട് ഏത് ലെവൽ അനുസരിച്ചിട്ടാണ് പേഷ്യന്റിന്റെ ഒപ്പം ആര് പോകണേന്ന് തീരുമാനിക്കുന്നത് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് തന്നെയാണ്. അപ്പൊ അത് നോക്കാം, അതിനനുസരിച്ചിട്ടുള്ള ലെവൽ കാറ്റഗറി നോക്കാം. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഈ ലെവലുകൾ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, കാരണം മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇന്ന ലെവലിലുള്ള പേഷ്യൻസിന്റെ ഒപ്പം ആര് പോകും അല്ലെ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ ലെവൽ 0 വെച്ച് നോക്കുകയാണെങ്കിൽ it consists of the patients who can be managed at the ward level of a ward in a hospital and are normally not needed to be accompanied by any specialized person. അതായത് വലിയ കുഴപ്പമില്ലാതെ വാർഡിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് അല്ലെ. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ ഒപ്പം അതിന് ഒരുപാട് പേര് പ്രൊഫഷണൽ അല്ലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒന്നും അക്കമ്പനി കൂടെ പോകേണ്ടതില്ല എന്നുള്ളതാണ് ലെവൽ 0 പറയുന്നത്. ഇനി വീണ്ടും ലെവൽ 1 അല്ലെ, ലെവൽ 1 കാറ്റഗറിയിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദോസ് പേഷ്യൻസ് who are at deteriorating condition in the course of the transfer but can be managed in an acute ward setting by the support of a critical care team. This usually should be accompanied by a paramedic unit trained nurses. അതായത് നമുക്കറിയാം ചിലപ്പോ രോഗം വഷളാവാൻ സാധ്യതയുള്ള പേഷ്യന്റ് ആണ് അല്ലെ, ഡിറ്റോറിയേറ്റിംഗ് കണ്ടീഷൻ എന്ന് വെച്ചാൽ
വഷളായി പോകാനായിട്ടുള്ള കണ്ടീഷൻ ഉണ്ട് ആർക്ക് രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയങ്ങൾ. പക്ഷെ കുഴപ്പമില്ല, മാനേജ് ചെയ്ത് പോവാൻ സാധിക്കുന്ന ഒരു സെറ്റിൽമെന്റോട് കൂടിയിട്ട് തന്നെയാണ് രോഗിക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. വലിയ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് എത്തില്ല എങ്കിൽ കൂടി രോഗി വഷളാവാനായിട്ടുള്ള സാധ്യതയും അവിടെ എടുത്തു പറയുന്നത്. അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ആണ് എങ്കിൽ യൂഷ്വലി ഷുഡ് ബി അക്കംപൈൻഡ് ബൈ എ പാരാമെഡിക്കൽ യൂണിറ്റ് അല്ലെ. പാരാമെഡിക്കൽ യൂണിറ്റിൽ നിന്ന് ഒരാള് ഇവരുടെ കൂടെ പോകേണ്ടതുണ്ട്. യൂണിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റിലും അങ്ങനെ തന്നെയാണോ? ഓക്കെ, ആണോ? നിങ്ങളുടെ ടെക്സ്റ്റിലും അങ്ങനെ തന്നെയാണോ? യൂണിറ്റ് ആണ്, പാരാമെഡിക്കൽ യൂണിറ്റിൽ നിന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ അങ്ങനെ ഒരു മാറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയിലും അങ്ങനെ തന്നെയാണ്. നോക്കാം. അപ്പൊ അവരോടൊപ്പം തന്നെ ആര് പോകാനാ പറഞ്ഞേക്കുന്നത്? ഒരു പാരാമെഡിക്കൽ ആയിട്ടുള്ള യൂണിറ്റിൽ നിന്ന് ഒരു ട്രെയിൻഡ് നേഴ്സും കൂടിയും അവരോടൊപ്പം തന്നെ പോകാനായിട്ടാണ് ആവശ്യപ്പെടുന്നത് അല്ലെ. വീണ്ടും പറയുന്നത് ലെവൽ 2. It consists of patients who are in need of observation or intervention for a failure of a single organ system and have to be accompanied by a trained and proficient person. അതായത് നമ്മൾ മനസ്സിലാക്കിയുള്ളത് ഒരു ഓർഗൻ അല്ലെ, നമ്മുടെ ഓരോ അവയവത്തിന് ഫെയിലിയർ സംഭവിച്ചിട്ടുള്ള പേഷ്യന്റ് ആണ് എങ്കിൽ അല്ലെ, അവിടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾക്ക് വിധേയമായി തന്നെ പേഷ്യന്റിനെ കൊണ്ടുപോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ അവരോടൊപ്പം തന്നെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ട്രെയിനിങ് കഴിഞ്ഞ ഒരു വ്യക്തി തന്നെ അവരോടൊപ്പം തന്നെ പോകേണ്ടതാണ് എന്നതാണ് ലെവൽ 2 കാറ്റഗറിയിലുള്ള പേഷ്യന്റിനോടൊപ്പം തന്നെ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടി അക്കമ്പനി ചെയ്യുന്നത്. കാരണം സിംഗിൾ ഓർഗൻ സിസ്റ്റം ഫെയിലർ ആണ് അല്ലെ. ഒരു ഓർഗൻ സിസ്റ്റം ഫെയിലർ ആയതുകൊണ്ടാണ് അതിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കൂടി അക്കമ്പനി ചെയ്യുമെന്ന് പറയുന്നു. ഇനി ലെവൽ 3 ആണെങ്കിൽ നോക്കാം. ഇത് കൺസിസ്റ്റ് ഓഫ് പേഷ്യൻസ് with the need of advanced respiratory care during the transport with the support of at least 2 failing organ systems. These patients must be accompanied by a competent doctor along with the nurse and a paramedic. അതായത് റെസ്പിറേറ്ററി അല്ലെ, ശ്വാസതടസ്സവും വലിയ ബുദ്ധിമുട്ട് ശ്വാസവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രോപ്പറുള്ള പേഷ്യന്റ് ആണ്. ഓർഗൻ സിസ്റ്റം ആണെങ്കിൽ രണ്ട് അവയവങ്ങളൊക്കെ അല്ലെ, അവയവങ്ങളൊക്കെ എന്തെങ്കിലും വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ മോശമായിട്ടുള്ള ക്രിട്ടിക്കൽ സ്റ്റേജസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. അങ്ങനെയുള്ള പേഷ്യന്റ് ആണ് എങ്കിൽ അവരോടൊപ്പം തന്നെ എന്താണ് ഡോക്ടറും നഴ്സും അല്ലെ ഒരു പാരാമെഡിക്കൽ സ്റ്റാഫൊക്കെ അക്കമ്പനി ചെയ്തിട്ട് അവരോടൊപ്പം തന്നെ കൂടി പോകേണ്ടതാണ് എന്നുള്ളതാണ് എടുത്ത് പറയാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, പേഷ്യന്റിനെ ഒരുക്കി പേഷ്യന്റിന്റെ പേപ്പർ വർക്ക് ഒക്കെ കഴിഞ്ഞു ഏത് രീതിയിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെയുള്ള മോഡ് ഓഫ് ട്രാൻസ്ഫർ ഒക്കെ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഉള്ളത് ആരാണ് ഇവരോടൊപ്പം പോകേണ്ടത് അല്ലെ. അവിടെ പോകേണ്ടത് എന്ന് പറയുമ്പോൾ സിംഗിൾ ഓർഗൻ സിസ്റ്റം ആണ് ഫെയിലിയർ ആണ് എങ്കിൽ ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ് പോയാൽ മതി. അതേസമയം എന്താണ് ഇച്ചിരി കൂടി ഇവിടെ അല്ല, സിംഗിൾ ഓർഗൻ സിസ്റ്റം പ്രോബ്ലം ആണ് എങ്കിൽ അവരോടൊപ്പം തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ പോകണം. അതേസമയം രോഗി ഡിറ്റീരിയേറ്റിംഗ് അല്ലെ വഷളാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, പക്ഷെ അങ്ങനെ പ്രത്യേകമായിട്ട് ഒന്നും എടുത്ത് പറയുന്നില്ല അല്ലെ, എന്തെങ്കിലും ഫെയിലിയർ ആണെന്നുള്ള കാര്യമൊന്നും എടുത്ത് പറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള രോഗിയോടൊപ്പം തന്നെ ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ് പോയാലും മതി. തേർഡ് വണ്ണിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, 2 ഓർഗൻ സിസ്റ്റത്തിന് കംപ്ലൈന്റ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും മോണിറ്ററിംഗ് മെഷീന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ആ രോഗിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നിടത്തേക്ക് അല്ലെ, ആ ഒരു റിസീവിംഗ് ഏരിയയിലേക്ക് എത്തുന്നത് വരേക്കും ആ രോഗിയോടൊപ്പം ഡോക്ടറും നഴ്സും അതോടൊപ്പം തന്നെ ഒരു പാരാമെഡിക്കൽ സ്റ്റാഫും കൂടി അക്കമ്പനി ചെയ്യേണ്ടതുണ്ട്, കൂടെ പോകേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ലെവൽ 0, ലെവൽ 1, 2, 3 ഒക്കെയാണോ? ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ. ഏത് ലെവലിലുള്ള പേഷ്യന്റിനോടൊപ്പം തന്നെയാണ് എന്താണ് പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺ പോകേണ്ടത്, അല്ലെങ്കിൽ എന്താണ് വഷളായിക്കാൻ സാധ്യതയുള്ള പേഷ്യന്റിനെ ഏത് കാറ്റഗറിയിലാണ് തിരിച്ചിരിക്കുന്നത്, ലെവൽ 1 അല്ലെ. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്.
ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ ആണോ? Level 0, it consists of patients who can be managed at the ward level of ward in hospital and are normally not needed to be accompanied by any person. അല്ലെ, അവിടെ എന്താ പറയുന്നത്? അവിടെ ഒരു പേഴ്സണും അവരോടൊപ്പം തന്നെ അക്കമ്പനി ചെയ്യണ്ടെന്നാണ് പറയുന്നത്. കാരണം നോർമലി വലിയ കുഴപ്പമില്ലാതെ വാർഡിൽ കഴിയുന്ന ഒരു പേഷ്യന്റ് ആണ്. ഓക്കെ, then we end up last paragraph. The accompanying person should be aptly trained, competent and experienced, and preferably should have done training in patient transfer and should have enough training in advanced cardiac life support, airway management and critical care. അതായത് ഇപ്പോൾ ഒരു പേഴ്സൺ അല്ലെ കൂടെ പോകുന്നതിന് കൈകാര്യം ചെയ്യാനായിട്ട് കഴിവില്ലാത്തവരാണ് എങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ടോ? പേഷ്യന്റിനോടൊപ്പം പോകുന്ന പേഴ്സണ് ഏബിൾ ആയിരിക്കണം അല്ലെ, കഴിവുണ്ടായിരിക്കണ്ടേ? അല്ലേ, വേണം അല്ലെ. അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. person should be aptly trained അല്ലെ, അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. competent and experienced and preferably should be done training in a patient transfer അല്ലെ. അവിടെ എന്താണ്, പെട്ടെന്ന് വരുന്ന എന്തിനേയും അതിനെ തരണം ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം കൂടെ പോകേണ്ടത്. and should have enough training in advanced cardiac life support. അതായത് നമുക്കറിയാം പുതിയ രീതിയിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ അല്ലെ എന്താണ് പെട്ടെന്ന് വരുന്ന ഒരു കാർഡിയക് ലൈഫ് സപ്പോർട്ട് ഒക്കെ ആവശ്യമുള്ള ഒരു ഡിഫിബ്രിലേറ്റർ മെഷീൻ ഒക്കെ യൂസ് ചെയ്യേണ്ട ഉപയോഗ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നല്ല ഒരു അറിവ് ആ പേഴ്സൺ ഉണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഡിഫിബ്രിലേറ്റർ ഉപയോഗിക്കുന്നത്. ഡിഫിബ്രിലേറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? പഠിച്ചതല്ലേ നമ്മള്? റെസിസിറ്റേഷൻ അല്ലെ, പുനർജീവനത്തിനുള്ള ഒരു എക്യുപ്മെന്റ്. അതായത് എന്തെങ്കിലും പെട്ടെന്ന് നിലച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും അല്ലെ ഹൃദയമിടിപ്പ് കൊണ്ടുവരാൻ പറ്റുന്ന അഡ്വാൻസ്ഡ് മെഷീനാണ് ഡിഫിബ്രിലേറ്റർ മെഷീൻ അല്ലെ. ആ മെഷീൻ നെഞ്ചില് അമർത്തി പിടിക്കുന്നതനുസരിച്ചിട്ട് അത് പെട്ടെന്ന് ജെർക്ക് ചെയ്ത് അവർക്ക് ഹൃദയമിടിപ്പ് സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. പിന്നെ പെട്ടെന്ന് ഡോക്ടറിന് അതിൻ്റെതായിട്ടുള്ള പരിചരണം മെഡിസിൻ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അവരുടെ രോഗം മാറി അല്ലെ, അവര് സാധാരണ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടും സാധിക്കും അല്ലെ. CPR കൊടുക്കുന്നതിന് പകരമായിട്ട് കൊടുക്കുന്ന മെഷീന്റെ സപ്പോർട്ടാണ് ഡിഫിബ്രിലേറ്റർ മെഷീൻ അല്ലെ. അതൊക്കെ എന്താണ്? കാർഡിയക് ലൈഫ് സപ്പോർട്ട്. നമുക്കറിയാം നമ്മുടെ അല്ലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ലൈഫ് ഡിവൈസുകളാണ്. എയർവേ മാനേജ്മെന്റ് ആൻഡ് ക്രിട്ടിക്കൽ കെയർ. എയർവേ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ എൻഡോട്രാക്കൽ ട്യൂബൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ മാനേജ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാവണം അല്ലെ. കൃത്യമായിട്ടുള്ള പൊസിഷനിൽ തന്നെയാണോ അതൊക്കെ കിടക്കുന്നതൊക്കെ ഉറപ്പുവരുത്തേക്ക് തന്നെ പോകുന്ന മുറയ്ക്ക് അങ്ങനെയൊക്കെയുള്ള നല്ല എക്സ്പീരിയൻസുകൾ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും ഇവരോടൊപ്പം തന്നെ അക്കമ്പനി ചെയ്യേണ്ടത്. If the physician is not available to shift unstable patients, then the provision of conducting the physician concerned by the transport team should centrally be ready for a service. അതായത് നമുക്ക് മനസ്സിലാവാം, അതായത് പ്രധാനമായിട്ടും ഈ പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന മുറയ്ക്ക് ഡോക്ടറിനും കൂടി അക്കമ്പനി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അവിടെ ഫിസിഷ്യന്റെ ഒരു അഭാവം ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് കോണ്ടാക്ടിങ് ദ ഫിസിഷ്യൻ കൺസേൺഡ് ബൈ ട്രാൻസ്പോർട്ട് അല്ലെ. അവിടെ ട്രാൻസ്പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫിസിഷ്യനെ കോണ്ടാക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയേ വേണം. ഷുഡ് സെൻട്രലി ബി റെഡി ഫോർ സർവീസ്. ഡോക്ടർ പറയുന്നത് അനുസരിച്ചിട്ട് സേവനങ്ങൾ ആരോഗ്യക്ക് ലഭ്യമാക്കി കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ള പേഷ്യന്റ് അല്ലെ റെഡി ആയിട്ടുള്ള സ്റ്റാഫ് അവിടെ ഉണ്ടാവുകയും വേണം. ഇൻ കേസ് നമുക്കറിയാം എല്ലായ്പ്പോഴും ഒരു രോഗിയെ ക്രിട്ടിക്കലായിട്ടുള്ള അവശത ചെയ്യുന്ന രോഗിയാണെങ്കിൽ കൂടിയും ചിലപ്പോൾ ഡോക്ടറിന്റെ അല്ലെ ഡോക്ടറിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അങ്ങനെ വരുമ്പോൾ ഡോക്ടറെ ആ ടൈമിൽ എന്തെങ്കിലും പോകുന്ന മുറയ്ക്ക് എന്തെങ്കിലും രോഗിയിൽ കാണുന്ന വിഷമതകൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനും ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യാനും ഡോക്ടർ പറയുന്ന അനുസരിച്ചിട്ട് എന്തെങ്കിലും നടപടിക്രമങ്ങൾ ചെയ്തു കൊടുക്കാൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള സ്റ്റാഫും ആയിരിക്കണം രോഗിയോടൊപ്പം പോകേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ?
ചെയ്യാം. ചെയ്യണോ? നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ്. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂള് പോലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം തേർഡും ഫോർത്തും ഇത്തിരി കൂടുതലുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം ചാപ്റ്റേഴ്സിന്റെ ഒക്കെ വലിപ്പം അല്ലെ. ഇതൊക്കെ ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിലും കുറച്ച് പിടിക്കാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം വലിയ വലിയ ചാപ്റ്റേഴ്സും കിടപ്പുണ്ട്. നമുക്ക് റിലാക്സ് ചെയ്ത് ഇങ്ങനെ കളയാൻ സമയമൊന്നുമില്ല. മൂവ് ചെയ്ത് പോവാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ് ആണ് അല്ലെ. എന്താണ് അടുത്ത കാറ്റഗറിയിൽ വരുമ്പോൾ ആരെ കൂടെ പോകട്ടെ എന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ എക്യുപ്മെന്റ് കൊണ്ടുപോകണം, എന്തൊക്കെ മരുന്നുകൾ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്ന മെഷീനുകളൊക്കെ ഇതിനോടൊപ്പം തന്നെ വേണം എന്നുള്ള കാര്യമാണ്. First one നോക്കാം. A proper inspection with the provision of all life-saving drugs is compulsory for transfer of all patients with the level 1, 2 and 3 critical care needs. Right. അവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് 1, 2, 3 ക്രിട്ടിക്കൽ ആയിട്ടുള്ള കെയർ ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ. അവരോടൊപ്പം തന്നെ എന്താണ് അവർക്ക് ലൈഫ് സേവിങ് ആയിട്ടുള്ള മരുന്നുകളും ജീവൻ രക്ഷാ മരുന്നുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം അവരെ നിരീക്ഷണത്തോടൊപ്പം തന്നെ എന്തൊക്കെ ജീവരക്ഷാ മരുന്നുകൾ അവർക്ക് വേണം അതെല്ലാം തന്നെ അവരോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതാണ്. Then the transfer ambulance should be prepared with all the drugs and devices needed for airway operation, oxygenation, then oxygenation, inhalation, hemodynamic monitoring and resuscitation. അതായത് നമ്മുടെ എക്യുപ്മെന്റ് ഒക്കെ റെഡിയാക്കണം എന്ന് പറയുമ്പോൾ പുനർജീവനത്തിന് ആവശ്യമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് ഡിഫിബ്രിലേറ്റർ പോലെയുള്ള മെഷീൻസുകൾ അല്ലെങ്കിൽ ഹീമോഡൈനാമിക് മോണിറ്ററിങ് അല്ലെ, അവരുടെ രക്തപ്രവാഹവും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങള്, അതുമായി അതേപോലെ തന്നെ വെന്റിലേഷൻ സൗകര്യം ആവശ്യമുള്ള രോഗികൾ ഉണ്ടാവാം, ഓക്സിജനേഷൻ അല്ലെ, എയർവേ ഓപ്പറേഷൻ, അതായത് അവർക്ക് രോഗി എന്താണോ ആ രോഗിക്ക് അനുസൃതമായിട്ടുള്ള എക്യുപ്മെന്റ്സ് മെഷീൻസുകളെല്ലാം തന്നെ ഇവരോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പറയാൻ വിത്ത് ഓൾ ഡ്രഗ്സ് ആൻഡ് ഡിവൈസസ് അല്ലെ, അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ മെഷീനുകളോട് അക്കോമ്പനി ചെയ്ത് കൊണ്ടുപോകേണ്ടത്. Then all the inspection needs to be confirmed before the beginning of a transfer together with the starting of infusion drugs. അതായത് ചില രോഗികളെങ്കിലും ഭയങ്കര വളരെ ഡിസ്റ്റർബഡ് ആയിട്ടുള്ള രോഗികളുണ്ടാവും, വേദന കൊണ്ടായിരിക്കാം, ചിലപ്പോൾ മെന്റലി ഡിസോർഡർഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള രോഗികൾക്കൊക്കെ ഇൻഫ്യൂഷൻ ഡ്രഗ്സ് അല്ലെ, മയങ്ങി കിടക്കുന്ന തരത്തിലുള്ള ഡ്രഗ്സുകൾ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവാം. അപ്പൊ അതെല്ലാം അവരോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതാണ്. The drugs required for a patient transfer involve muscle relaxants അല്ലെ, മസിലുകളൊക്കെ റിലാക്സ് ചെയ്യാനായിട്ടുള്ള മെഡിസിന്, സെഡേറ്റീവ് മയങ്ങി കിടക്കാനുള്ള മെഡിസിൻ, അലാജനൈസ് എന്ന് വെച്ചാൽ വേദന സംഹാരികൾ, ഡ്രോപ്സ്, അയൺ ഡ്രോപ്സ് ആൻഡ് റെസിസിറ്റേഷൻ ഡ്രഗ്സ്, അതായത് അതേമാതിരി തന്നെ മസിലുകളൊക്കെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള മെഡിസിൻസുകള്, പുനർജീവനത്തിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ്, അതെല്ലാം ഇവരോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതാണ്. The person responsible to patient transfer should assure correct supplies of these emergency drugs. അതായത് നമുക്കറിയാം ഉത്തരവാദിത്തപ്പെട്ട പേഴ്സണും വേണം അല്ലെ. അതേ രോഗിക്ക് ചില അസ്വസ്ഥതകൾ കാണിച്ചു പറഞ്ഞാൽ ഒരുപാട് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ രോഗിയുടെ രോഗം വഷളാവാനും സാധ്യതയുണ്ട്, ഉണ്ടാവില്ലേ? അളവിൽ കൂടുതൽ മരുന്നൊക്കെ കൊടുത്താൽ പ്രശ്നം ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ. അപ്പൊ അളവിൽ കൂടുതൽ കൊടുക്കാനും പറ്റില്ല, അളവ് കുറഞ്ഞു കൊടുക്കാനും പറ്റില്ല അല്ലെ. അതനുസരിച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ എന്താണ് കൃത്യമായിട്ട് തന്നെയുള്ള മെഡിസിൻസ് അവർക്ക് കൃത്യമായിട്ട് തന്നെയുള്ള മെഡിസിൻസ് കൊടുക്കണം അല്ലെ. അതോടെ പറയുന്നത് കൃത്യമായിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള പേഴ്സൺ അവിടെ റെസ്പോൺസിബിൾ ആയിരിക്കും, കൃത്യമായിട്ട് പേഴ്സൺ അവിടെ ഉണ്ടായിരിക്കണം. Some of these drugs may be needed to prepared in a pre-filled syringes before the transfer. അതായത് ചിലപ്പോൾ വേണമെങ്കിൽ സിറിഞ്ചില് അത് എന്താണ് സംഘടിപ്പിച്ച് വെക്കേണ്ടതുണ്ടാവും അല്ലെ. ആ മെഷീൻ ആ വ്യക്തിയുടെ
ബോധാവസ്ഥയിൽ നിന്ന് അല്ലെ അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യങ്ങളിൽ തന്നെ ചിലപ്പോൾ ഇൻജക്ട് ചെയ്ത് കൊടുക്കണം അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് മെഡിസിൻ കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി റീഫിൽഡ് ചെയ്ത് സിറിഞ്ചിൽ റീഫിൽഡ് ചെയ്ത് തന്നെ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. അതനുസരിച്ചിട്ട് പോകുന്ന രീതി അനുസരിച്ചിട്ട് തന്നെ അവർക്ക് അവരുടെ ആ ഒരു കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് അവരുടെ ചലനങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ അവർക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട്. Then minimum standard of inspection suggested for patients and transfer include uninterrupted electrocardiogram inspection, non-invasive blood pressure, oxygen saturation, and temperature. അതായത് രോഗിയെ കൊണ്ടുപോകുന്നതോടൊപ്പം നമ്മൾ പറഞ്ഞു എക്യുപ്മെന്റ്സ് വേണം, ഡ്രഗ്സ് വേണം, പേഴ്സൺ വേണം എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ അത് കൃത്യമായിട്ടുള്ള പൊസിഷനിൽ തന്നെ അത് വെക്കണം അല്ലെ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അൺഇൻട്രപ്റ്റഡ് ഇലക്ട്രോകാർഡിയോഗ്രാം ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ തടസ്സങ്ങളില്ലാത്ത രീതിയിൽ നമ്മൾക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ഈ മെഷീൻസ് ഒക്കെ അല്ലെ യൂസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് വെക്കേണ്ടത്. ഇലക്ട്രോകാർഡിയോഗ്രാം ഒക്കെ കൃത്യമായിട്ട് തന്നെ ഓക്കെ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ നന്നായി തന്നെ പോകുന്നുണ്ട് ഏതെങ്കിലും എല്ലാ കാര്യങ്ങളും അല്ലെ റെസ്പിറേറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും ഓക്സിജൻ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള പൊസിഷനിൽ അത് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് അവർക്ക് തടസ്സങ്ങളില്ലാതെ ആ രോഗിക്ക് സപ്ലൈ ചെയ്യാനായിട്ട് വിതരണം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ, അതുകൊണ്ടാണ് പറയുന്നത് ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ തടസ്സമില്ലാത്ത രീതിയിൽ അക്രമാസക്തമല്ലാത്ത രീതിയിലൊക്കെ നോക്കാനായിട്ട് അല്ലെങ്കിൽ ഓക്സിജന്റെ സാച്ചുറേഷൻ കൃത്യമായിട്ടുള്ള ഓക്സിജൻ ഒക്കെ വലിച്ചെടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാൻ അല്ലെ. അവരെ രോഗിയുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയങ്ങളിലെല്ലാം ടെമ്പറേച്ചർ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അല്ലെ ഓക്സിജന്റെ ഇതിൽ വേരിയേഷൻ വരുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചറിയാൻ അത് തടസ്സങ്ങളില്ലാതെ നിരീക്ഷിച്ചറിയാനായിട്ടുള്ള രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം. നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ മേ ബി നോട്ടബിളി അഫക്റ്റഡ് ബൈ ദ മോഷൻ ഫാക്ടർ എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചലനം സംഭവിക്കുമ്പോൾ വേരിയേഷൻസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഇറ്റ് മേ ബി കോഷ്യസ് ടു യൂസ് ദ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ ഇൻസ്പെക്ഷൻ ഇൻ സെലക്ടഡ് സബ്സെറ്റ് ഓഫ് പേഷ്യൻസ്. അതുകൊണ്ട് തന്നെ അല്ലെ ഈ പ്രഷർ കൂടുവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മുൻകരുതൽ കോഷ്യസ് അല്ലെ മുൻകരുതൽ എടുക്കണം. എന്തെങ്കിലും ഇൻസ്പെക്ഷൻസ് വരുത്താനായിട്ട് അല്ലെ നമ്മൾ നിരീക്ഷിക്കാനായിട്ടുള്ള മുൻകൈ എടുത്തിട്ട് വേണം പേഷ്യന്റിനെ സെറ്റ് ആക്കിയിട്ട് പോവാനായിട്ട്. ഓക്കെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? നമുക്ക് അടുത്ത ഒരു പേജും കൂടിയേ ഉള്ളൂ, ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? നമുക്ക് അപ്പോൾ നെക്സ്റ്റിലേക്ക് പോകാം അല്ലെ. Okay, all the inspection equipment should be secured accurately and should be placed at below the level of the patient for uninterrupted inspection.
അതായത് നമ്മുടെ തടസ്സങ്ങളില്ലാത്ത രീതിയിൽ നിരീക്ഷിക്കാൻ പറ്റുന്ന തരത്തില് എല്ലാം തന്നെ മെഷീൻസും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എക്യുപ്മെന്റ് ഒക്കെ അല്ലെ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ലെവൽ തന്നെ അക്യുറേറ്റ്ലി and should be placed at below the level of a patient before അല്ലെ പേഷ്യന്റിന്റെ താഴെ തന്നെ അത് സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട് ഉറപ്പാക്കണം. Then the electrical device must be functional or battery power with the provision of extra batteries during transfer. അതേമാതിരി തന്നെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള അല്ലെ ഇലക്ട്രിക്കിന്റെ ഡിവൈസുകളാണ് മിക്കപ്പോഴും അല്ലെ എപ്പോഴും യൂസ് ചെയ്യുന്ന തരത്തിലുള്ള സാധനങ്ങൾ തന്നെ ആയതുകൊണ്ട് തന്നെ എന്തായാലും നമുക്കറിയാം ഇലക്ട്രിക് പവർ ഓക്കെ ആണോ, നല്ല രീതിയിൽ വർക്കിംഗ് കണ്ടീഷൻ ആയിട്ട് തന്നെയുള്ള മെഷീൻ തന്നെയാണോ, അതേപോലെ തന്നെ എക്സ്ട്രാ ബാറ്ററീസ് കരുതി വെക്കേണ്ടതും അതും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. Then patient on ventilator must be shifted on a portable transporter ventilator with the provision of a display of alarms associated with the ideal volume, airway pressure, inspiratory ratio, inspire of oxygen fraction and respiratory rate. അതായത് നമുക്കറിയാം എന്തെങ്കിലും അല്ലെ അപായ സൂചനകൾ നൽകാൻ വേണ്ടിയിട്ടുള്ള ഡയറിയിൽ കൂടി തന്നെ മിതമായ വോളിയത്തിൽ തന്നെ അലാംസ് ഒക്കെ സെറ്റ് ചെയ്യണം അല്ലെ, വെന്റിലേഷൻ ഒക്കെ നടത്തിക്കൊണ്ട് പോകണം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലെ നമ്മള് ഹെഡ് കാര്യങ്ങളൊക്കെ ഒരു PCG ഒക്കെ ഒച്ചകളൊക്കെ കാണും അല്ലെ. അപ്പൊ ഒച്ചകളൊക്കെ ഇങ്ങനെ വേരിയേഷൻ ഉണ്ട് എങ്കിൽ അല്ലെ വളരെ സ്പീഡിലൊക്കെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മള് അവിടെ എന്താണ് പെട്ടെന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കും അല്ലെ, ശ്രദ്ധയോട് കൂടിയിട്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കും. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ കൂടി അതിലുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. പേഷ്യൻസ് ഓൺ വെന്റിലേറ്റർ മസ്റ്റ് ബി ഷിഫ്റ്റഡ് ഓൺ എ പോർട്ടബിൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്റർ വിത്ത് അല്ലെ പോകാവുന്ന രീതിയിലുള്ള വെന്റിലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അലാംസ് സെറ്റ് ചെയ്യണം. അലാംസ് സെറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ എന്തെങ്കിലും അല്ലെ വ്യത്യാസങ്ങൾ ഇൻ കേസ് respiratory ratio, respiratory ratio എന്നൊക്കെ പറയുന്നതാണ് ശരീരത്തിലേക്കുള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് പുറത്തിറങ്ങുന്നതുമായതിന്റെ റേഷ്യോ അല്ലെ, ഓക്സിജനും കാർബൺ ഡയോക്സൈഡിന്റെ ഒക്കെ അനുപാതങ്ങളൊക്കെ ഓക്കെ ആണോ അല്ലെ, കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ആണോ വലിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഓക്സിജൻ ആണോ കൂടുതൽ പുറത്തുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ ക്ലാരിഫൈ ചെയ്യണം. നമുക്കറിയാം മിതമായ രീതിയിൽ ഓക്സിജൻ തന്നെ വലിച്ചെടുത്ത് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള കാർബൺ ഡയോക്സൈഡ് പുറത്തള്ളണം അല്ലെ. അതേമാതിരി തന്നെ ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ അല്ലെ, റെസ്പിറേറ്ററി റേറ്റുകൾ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി ഇരിക്കണം. എങ്കിൽ മാത്രമാണ് രോഗിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ റിസീവിംഗ് ഏരിയയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെയാണോ? നമുക്ക് ലാസ്റ്റ് ഒരു പോർഷൻ കൂടിയുണ്ട്, സ്പെഷ്യൽ കൺസിഡറേഷൻ ആണ്. Special consideration നോക്കാം. If the patient requires an ambulance to take him to another facility, make arrangements for transportation with the social service administration. Make sure that the necessary equipment is gathered to provide care in the course of a transport. അതായത് ആംബുലൻസ് സർവീസുകളൊക്കെ അല്ലെ ലഭ്യമാണ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുകൊടുക്കുന്ന ആംബുലൻസുകളൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ സന്നദ്ധ സേവന മേഖലകളിൽ നിന്നും ആംബുലൻസുകൾ വിട്ടുകൊടുക്കാറുണ്ട് അല്ലെ, ഉണ്ടാവാറില്ലേ? സന്നദ്ധ സംഘടനകളൊക്കെ ആംബുലൻസുകളൊക്കെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ വിട്ടുകൊടുക്കാറില്ലേ? ഉണ്ടോ? എല്ലാ നാട്ടിലും ഇല്ലേ അങ്ങനെയൊക്കെ സന്നദ്ധ സംഘടനകളൊക്കെ? ഓക്കെ, അപ്പൊ അവരെ സോഷ്യൽ വർക്കിന്റെ രീതിയിൽ അല്ലെ, സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിലാണ് ചാരിറ്റി. ഓക്കെ, ചാരിറ്റി സർവീസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിലൊക്കെയാണ് അവര് ഇത്തരത്തിലുള്ള ആംബുലൻസ് സർവീസുകളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മേക്ക് ഷുവർ ദാറ്റ് ദ നെസസറി എക്യുപ്മെന്റ്സ് ഈസ് ഗാദേർഡ് ടു പ്രൊവൈഡ് കെയർ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. അതായത് നമ്മൾ കണ്ടിരുന്ന പല പേഷ്യൻസിനും പലതരത്തിലുള്ള എക്യുപ്മെന്റ്സും നിരീക്ഷകരും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വേണം അല്ലെ. തീർച്ചയായിട്ടും ഇങ്ങനെ എന്താണ് സെക്യൂർ ആയിട്ട് സുരക്ഷിതമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ള ഒരു ആംബുലൻസിലാണോ സേവനം നടത്തുന്നതൊക്കെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ചിലർക്ക് നമുക്കറിയാം നോർമലി ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അല്ലെ ആംബുലൻസ് സർവീസുകൾ നടത്തി മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്.
ചിലപ്പോ ക്രിട്ടിക്കൽ കെയർ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ചില ആംബുലൻസിന്റെ സേവനത്തോടൊപ്പം തന്നെ അല്ലെ PA ആംബുലൻസ് സേവനം മാത്രം പോരാ, ചില എക്യുപ്മെന്റിന്റെ കൂടെയൊക്കെ എന്താണ് സേവനം അവിടെ ആവശ്യമായിട്ട് വരും. അങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തും. അല്ല എങ്കിൽ അതിനനുസരിച്ചുള്ള സജ്ജീകരണം നടത്തിയതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ പാടുള്ളൂ അല്ലെ. ഇതാണ് അവിടെ എടുത്ത് പറയുന്നത്. ഡോക്യുമെന്റേഷൻ നോക്കാം. ഡോക്യുമെന്റേഷനിൽ ഒരു 4 പോയിന്റ്സ് കൂടെ ഉണ്ട്. The authentication of a patient transfer is the most significant but often missed as part of a transfer. അതായത് ഐഡന്റിഫിക്കേഷൻ അല്ലെ, അത് ആധികാരികത എന്ന് പറയുന്നത് പേഷ്യൻസ് ട്രാൻസ്ഫർ മോസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും അത് മിസ്സായിട്ട് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. The authentication should always be obvious at all stages of a transfer. Okay. അവിടെ മോസ്റ്റ് ആയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൈമാറ്റത്തില് ഭാഗമായിട്ട് തന്നെ ഇത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. Since it was the only legal report that the patient was transferred. ഇതൊരു നിയമപരമായിട്ടുള്ള റിപ്പോർട്ട് മാത്രമാണ്. So it must consist of the patient's condition, reason to transfer names, and the designation of referring and receiving clinicians, details and the status of important signs before the transfer, clinical events during the transfer and treatment. അതായത് ഇതിലെല്ലാം ഉൾപ്പെടുത്തണം അല്ലെ. നമ്മളൊരു ഡോക്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തണം. എന്തൊക്കെയാണ് പേഷ്യന്റിന്റെ നിലവിലെ കണ്ടീഷൻ, എന്താണ്, എന്തുകൊണ്ടാണ് റിസൺ ചെയ്യുന്നത്, റിസൺ അല്ലെ, പേരെന്താണ്, ഡെസിഗ്നേഷൻ ഓഫ് റെഫറിംഗ് ആൻഡ് അവരുടെ ഡെസിഗ്നേഷന്റെ കാര്യങ്ങളൊക്കെ എന്താണ്, റിസീവിംഗ് ക്ലിനീഷ്യൻസ് അല്ലെ, അവിടെ ക്ലിനീഷ്യൻസ് ആരാണ് അത് റിസീവ് ചെയ്യുന്നത്, ഡീറ്റെയിൽസ് സ്റ്റാറ്റസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സയൻസ് ബിഫോർ ട്രാൻസ്ഫർ. നമ്മള് നേരത്തെ പറഞ്ഞിരുന്ന ഡോക്ടേഴ്സിന്റെ കൃത്യമായിട്ടുള്ള അവരുടെ ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കണം അല്ലെ, നഴ്സുമാരുടെ സിഗ്നേച്ചറും അവരുടെയൊക്കെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം, കൺസേൺഡ് വ്യക്തിയുടെ അല്ലെ സമ്മതപത്രം അതൊക്കെ കൃത്യമായിട്ട് തന്നെ ആയിരിക്കണം ഉൾപ്പെടുത്തേണ്ടത്. ഇതെല്ലാം കൂടി കൊണ്ടുപോയിട്ടാണ് അല്ലെ റിസീവിംഗ് ഏരിയയിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോഴാണ് അവർക്ക് രോഗിയെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ട് ധാരണ അവർക്ക് കിട്ടുന്നത് അല്ലെ. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ, നഴ്സുമാരുടെ സമ്മറി, അതേമാതിരി തന്നെ കൺസേൺഡ് സമ്മതപത്രം, ഇതെല്ലാം കൂടി കിട്ടിക്കഴിയുമ്പോഴാണ് ഓക്കെ ഈ പേഷ്യന്റിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള തീരുമാനത്തിലേക്കും അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലേക്കും റിസീവിംഗ് ഏരിയക്കാര് തയ്യാറാക്കും. Then a standardized testimony should be used and sustained both for intra and inter-hospital transfer. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലല്ലേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു. എന്താണ് ടെസ്റ്റിമണി അല്ലെ, സാക്ഷ്യപത്രം. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം. അത് ഇന്റർ ട്രാൻസ്ഫർ ആണെങ്കിലും അല്ലെ, നമ്മൾ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ ആണെങ്കിൽ കൂടി എന്താണ് അവിടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിമണി ആവശ്യമാണ്. These legal papers should be used for audit purpose for investigating the defects in the patient's transfer. അതായത് ഇതൊരു നിയമപരമായിട്ടുള്ള ഒരു പേപ്പർ കൂടിയാണ് അല്ലെ. ഇതാണ് പ്രധാനമായിട്ടും പറയുന്നത്, ഒരു നിയമപരമായിട്ടുള്ള പേപ്പർ വർക്ക് കൂടിയാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ഡിഫക്ട് ഇൻ ദ പേഷ്യന്റ് ട്രാൻസ്ഫർ. എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ശരിയാവണമെന്നില്ല അല്ലെ, എന്തെങ്കിലും ഡിഫക്റ്റുകൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നിരീക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താ പറയുന്നത്, there should be an official handling over at the receiving facility between the transferring team and the receiving team, who include the doctors and nurses. The different reports of a clinical investigation and diagnostic studies should be transferred to the acquiring team. അതായത് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ അല്ലെ ട്രാൻസ്ഫറിങ് ടീം അവരുടെ കൃത്യമായിട്ട് തന്നെ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ഉൾപ്പെടുന്നവരെ സ്വീകരിക്കുന്ന ടീമും തമ്മിലൊരു ഔദ്യോഗിക കൈമാറ്റം ഉണ്ടായിരിക്കുന്നത് അല്ലെ. ഇവിടെ പ്രധാനം പറയുന്നുണ്ട് ഒഫീഷ്യൽ ഹാൻഡ്ലിംഗ് ഓവർ എന്ന് വെച്ചാൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു കൈമാറ്റം ഉണ്ടായിരിക്കണം. അതായത് റിസീവിംഗ് ഏരിയയുള്ളവരും ഇവിടെ കൊണ്ടുപോകുന്ന പേഴ്സൺസ് അക്കമ്പനി ചെയ്ത പേഴ്സൺസ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു ഔദ്യോഗിക കൈമാറ്റം അവിടെ ഉണ്ടായിരിക്കണം. The different reports of clinical investigation and the diagnostic studies should be transferred to the acquiring team. അതായത് നമുക്കറിയാം അക്വയറിംഗ് ടീമിന്റെ എല്ലാ സാധനങ്ങളും അല്ലെ, സ്വീകരിക്കുന്ന ടീമിന് എല്ലാ തരത്തിലുള്ള സാധനങ്ങളും കൈമാറ്റം ചെയ്യുകയും വേണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോവാം.
നിങ്ങൾ വായിച്ചു നോക്കാം. ഇങ്ങനെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാം. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസുകളുണ്ട്. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. ഐഡന്റിഫിക്കേഷൻ ഓഫ് എ പേഷ്യന്റ് ട്രാൻസ്ഫർ ഇസ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് അല്ലെ, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പാർട്ടാണത്. അതേമാതിരി തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിമണി ഷുഡ് ബി യൂസ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ് ബോത്ത് ഫോർ ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. അല്ലെ, അത് മസ്റ്റ് ആയിട്ടും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഒരു ഒഫീഷ്യലായിട്ടുള്ള ഹാൻഡ്ലിങ് അവിടെ നടപ്പാക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? ട്രാൻസ്ഫറിങ് ടീമും റിസീവിംഗ് ടീമും തമ്മിലാണ് ആ ഒഫീഷ്യൽ ആയിട്ടുള്ള ഹാൻഡ്ലിങ് നടപ്പാക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും പോയിന്റുകൾ കിട്ടാത്തതുണ്ടോ? ഞാൻ പിന്നെ ലെവലുകളൊക്കെ നോട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. മോസ്റ്റ് ആയിട്ടുള്ള ലെവലൊക്കെ നോട്ട് ചെയ്ത് പോവാം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയർ ട്രാൻസ്പോർട്ട് വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ അത് ഏതൊക്കെയാന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്യാം. മെയിൻലി നമുക്കറിയാം എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് എയർ ട്രാൻസ്പോർട്ട് ആണ് പ്രിഫർ ചെയ്യുന്നത്. MICUവിന്റെ കാര്യമൊക്കെ നോക്കി വെക്കുക. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഇമ്പോർട്ടൻസ് നമ്മൾ അപ്പം പറഞ്ഞു പോയതാണ് അല്ലെ? അല്ലെ, പറഞ്ഞു പോയില്ലായിരുന്നോ? നോട്ട് ചെയ്ത് പോയില്ലായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകള്? ഓക്കെയാണോ? നമുക്കപ്പോ അടുത്ത ക്ലാസ്സില് ഓഡിറ്റിംഗ് എടുത്താലോ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോ ഓഡിറ്റിംഗ് കൊണ്ടുവരാം. എക്യുപ്മെന്റ്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കുന്നില്ല. എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് എടുക്കേണ്ടതെന്നൊന്നും ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു മിസ്. Thank you, Miss.